സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആയുസ്സും ആരോഗ്യവും തന്ന് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടിയും ഈമാനോടുകൂടിയും റമദാനിലെ ഇബാദത്തുകൾ ചെയ്യുവാനും ശേഷമുള്ള ജീവിതത്തിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അല്ലാഹു നമുക്കേവർക്കും കരുണ ചെയ്യുമാറാകട്ടെ. സ്കൂളുകളിൽ പഠിച്ച 7 അത്ഭുതങ്ങൾ നമുക്ക് അറിയാം. സപ്താത്ഭുതങ്ങൾ. ചൈനയിലെ വൻമതിലും ജോർദാനിലെ പെട്രയും ആഗ്രയിലെ താജ്മഹലുമൊക്കെ 7 അത്ഭുതങ്ങളിൽ എണ്ണുകയാണ്. ഈ ലോകാത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ലോകത്തെ ഒരു മനുഷ്യരും അവരുടെ ജീവിതത്തെ മാറ്റിയിട്ടില്ല. മനുഷ്യരുടെ കരവിരുത് വിസ്മയമായിട്ടാണ് ഈ സപ്താത്ഭുതങ്ങളെ ലോകം കാണുന്നത്. എന്നാൽ ആ സപ്താത്ഭുതങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഒരു തിന്മയെയും മാറ്റുവാൻ ആ അത്ഭുതങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല. എന്നാൽ ഈ അത്ഭുതങ്ങളെക്കാൾ ഏറെ മികച്ചു നിൽക്കുന്ന അത്ഭുതം, ലോകത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ, മാനവർക്ക് മാർഗദീപമായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആൻ, ജീവിതത്തെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന പരിശുദ്ധ ഖുർആൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആൻ, ഇതെല്ലാം അലങ്കാര വാക്കുകളല്ല, ഇന്നലകളുടെയും ഇന്നിൻ്റെയും ചരിത്രങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 9-ാമത്തെ ആയത്തിൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ പരിശുദ്ധ ഖുർആൻ നിശ്ചയമായും മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയാണ്. വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതീർണമായത്. മാനവർക്കുള്ള സൽബോധനമാണ് വിശുദ്ധ ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആൻ പരിശുദ്ധ റമളാനിലാണ് റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ്? ഹുദൽ ലിന്നാസ്, മനുഷ്യരാകുന്ന മാനവരാകുന്നവർക്ക് വേണ്ടി സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കുവാൻ. വബയ്യിനാത്തും മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹുദയാകുന്ന ഏറ്റവും വലിയ നന്മ പഠിപ്പിച്ചു കൊടുക്കുവാൻ, സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ചറിയുവാനുമുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആനിൽ കൂടി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. മരിച്ചുപോയവർക്ക് താക്കീത് ഒരിക്കലും ഖുർആൻ പറയുന്നില്ല. ലിയുൻദിറ മൻ കാന ഹയ്യാ, സൂറത്തുൽ യാസീനിലെ 70-ാമത്തെ ആയത്താണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കുള്ള മാർഗദർശനവും വ്യക്തമായ മുന്നറിയിപ്പുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഉള്ളകങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നും അവതീർണമായ ഈ പരിശുദ്ധ ഖുർആനിന്റെ വ്യതിരിക്തത, ഖദ് ജാഅകും ബസ്വായിറു മിർ റബ്ബികും, നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഫമൻ അബ്സറ ഫി നഫ്സിഹി, മനുഷ്യർക്കുള്ള കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ.
ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരനുണ്ട്, ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തുണ്ടായ ഒരു അനുഭവം പത്രങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഖുർആൻ വായിക്കണമെന്നുള്ള ആഗ്രഹം കുട്ടികളോട്, സഹപാഠികളോട് പറയുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾ അഥവാ അമുസ്ലിംകൾക്ക് തരാനുള്ളതല്ല. ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ പഠിപ്പിച്ചത് ഇത് അമുസ്ലിംകളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കണ്ണു പൊട്ടിപ്പോകും. ആലങ്കോട് ലീലാകൃഷ്ണൻ രസകരമായി ആ ലേഖനത്തിൽ പറയുകയാണ്, ഞാൻ വളർന്നു വലുതായി ഖുർആൻ പഠിച്ചു. അതിൻ്റെ അന്തസത്തയും ഉൾക്കാഴ്ചയും എന്നെ പ്രചോദിപ്പിച്ചു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഖുർആന്റെ വായനയിൽ നിന്ന്, ഈ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും കണ്ണുകൾ തകർക്കുന്നതല്ല, കണ്ണുകൾ തുറക്കുന്നതാണ്. അത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ്റെ ഒരു നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യമാണ് അദ്ദേഹം പത്രങ്ങളിൽ കൂടി എഴുതുന്നത്. പുരോഹിതന്മാരുടെ അന്നത്തെ ഭീഷണി ഇന്നും നിലനിൽക്കുകയാണ്. അത് പുരോഹിതന്മാരുടെ ജൽപ്പനമാണ്. നാം കണ്ടുവല്ലോ മാസങ്ങൾക്ക് മുമ്പുള്ള ചില പുരോഹിതന്മാരുടെ നിലപാടുകൾ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പോലും പുരോഹിതന്മാരുടെ സാന്നിധ്യം വേണം, അവർക്ക് കാശ് കൊടുക്കണം. ഇത് അന്ന് തുടങ്ങിയ പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തരുത്, അതിൻ്റെ ആശയം ജനങ്ങൾ പഠിക്കരുത്, അതിൻ്റെ അന്തസത്തയും അകക്കാമ്പും ജനങ്ങൾ മനസ്സിലാകരുത്. അങ്ങനെയുള്ള സമൂഹങ്ങളെല്ലാം തന്നെ അധപ്പതനത്തിലായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ച വീട്ടിലും ഗൃഹപ്രവേശനത്തിനും ഈ പരിശുദ്ധ ഖുർആനിന് പവിത്രത നൽകിയ ഒരു സമൂഹത്തിനിടയിലാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആന്റെ അന്തസത്ത മനസ്സിലാക്കാത്ത ഒരു സമൂഹം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിനിടയിൽ നാം ജീവിക്കുകയാണ്. ഇരുട്ടിൽ തപ്പുകയാണ് ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ജനകീയമാകണം. റമദാൻ അതിനുള്ള മാസമാണ്. പഠന മനനങ്ങളെ കൊണ്ട് മനസ്സുകളെ വിമലീകരിക്കപ്പെടണം ഈ പരിശുദ്ധ ഖുർആൻ. മാനവ മനസ്സുകളെ സംസ്കരിച്ചെടുക്കുവാനുള്ള ഉത്തമമായ വേദഗ്രന്ഥമാണ്. ഈ പരിശുദ്ധ റമദാനിൽ പോലും ഖുർആനിൻ്റെ പഠന മനനത്തിന് സമയം കൊടുക്കാതെ ഏതോ ഒരു കൊട്ടാര കവി എഴുതിയ ഖസീദത്തുൽ ബുർദ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രാവുകളായിട്ടാണ് പരിശുദ്ധ റമദാനിൻ്റെ രാത്രികളെപ്പോലും ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നവർ. ഹിജറ 608 ജനിച്ച ബൂസൂരി എന്ന് പറയുന്ന ഒരു കൊട്ടാര കവിയുണ്ട്, ഈജിപ്തിൽ ജനിച്ച. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ എഴുതിയ പിശാചിൻ്റെ ബുർദ, ബുർദ എന്ന് വെച്ചാൽ പുതപ്പ് എന്നാണ്. അത് പിശാചിൻ്റെ പുതപ്പാണ്, നന്മയിലേക്കുള്ള പുതപ്പല്ല. ശിർക്കും കുഫറും ബിദ്അത്തും പഠിപ്പിക്കുന്ന ഒരു ഖസീദ. ആ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ രാവുകളെ പകലുകളാക്കുന്ന പരിശുദ്ധ റമദാനെ പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്നത്. പിഴച്ചുപോയ ആ ഒരു വൃന്ദത്തിനിടയിലാണ് നാം ജീവിക്കുന്നത്. ളാല്ലും മുളല്ലുമായ പുരോഹിതന്മാർ അവർ പരിശുദ്ധ ഖുർആനിനെ ജനങ്ങളിൽ നിന്നും അകറ്റുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ, നിങ്ങൾ ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടവരല്ല. നിങ്ങൾ ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നാൽ നിങ്ങൾ പിഴച്ചു പോകും എന്നുള്ള ആ ഒരു താക്കീതും രോഷവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം അറിയണം, വിശുദ്ധ ഖുർആനിൻ്റെ ചില ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രളയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു സമൂഹം, ഉഗ്രമായ കാറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടിയ ആദ്യ സമൂഹം,
ഘോര ശബ്ദം കൊണ്ട് നിഷേധികളായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധിക്കാരികളായ ആ സമൂഹം, ചരൽ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സമൂഹത്തിന്റെ ആ ചരിത്രം പഠിപ്പിക്കുന്ന സൂറത്തുൽ ഖമർ 54-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഈ 4 പ്രവാചകന്മാരുടെയും അനുയായികൾ റഹ്മാനായ റബ്ബിന്റെ ശക്തമായ താക്കീതുകൾക്ക് ധിക്കാരം കാണിച്ച ആ സമൂഹത്തെ എങ്ങനെയാണ് അവരുടെ അന്ത്യമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഖമർ. ആ ചരിത്രങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിനിടയിൽ വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിൽ 4 സ്ഥലങ്ങളിൽ ഖുർആനെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. 17-ാം ആയത്ത്, 22, 32, 40 സൂറത്തുൽ ഖമർ. ഈ 4 സമൂഹങ്ങളിലേക്കും അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും പിടികൂടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഖുർആനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ, ആ ഖുർആൻ എളുപ്പത്തിലാണ് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കുവാൻ, ആരുണ്ട് മനസ്സിലാക്കുവാൻ, ആരുണ്ട് മനനം നടത്തുവാൻ, ആരുണ്ട് അതിൻ്റെ ഉൾക്കാമ്പിനെ പഠിക്കുവാനെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആൻ എളുപ്പമാണ്. ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച ഖുർആൻ ജനങ്ങൾ പഠിക്കുവാനായിട്ട് റഹ്മാനായ റബ്ബ്, ഋജുമാനസ്കനായ റഹ്മാനായ റബ്ബ് എളുപ്പത്തിലാണ് കൃത്യമായി ഖുർആനിൽ കൂടി കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഖുർആന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ചങ്ങലക്കെട്ടുകളെ പിഴുതെറിയേണ്ട ഒരു സാക്ഷ്യപത്രവും കൂടിയാണ്. നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് അവരുടെ ശരീരങ്ങളെ തളച്ചിട്ടിരുന്ന ആ ഒരു സമൂഹത്തെ ഖുർആൻ കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞുവെന്നാണ് സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പുരോഹിതന്മാർ ആ സമൂഹത്തെ അവരുടെ കരാള ഹസ്തങ്ങൾ കൊണ്ട് പൂട്ടിയിട്ടുവെന്നാണ്. അവർ ചങ്ങലക്കെട്ടുകൊണ്ട് അവരുടെ ശരീരങ്ങളെ ബന്ധിപ്പിച്ചുവെന്നാണ്. കൃത്യമായി തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ പുരോഹിതന്മാർ അവരുടെ ഇംഗിതത്തിനൊത്ത് വളർത്തിയെടുത്ത ഒരു സമൂഹത്തെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൊണ്ട് ആ ചങ്ങലക്കെട്ടുകളെ പിഴുതെറിഞ്ഞുവെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാല അല്ലതി കാനത് അലൈഹിം, ആ ഭാരങ്ങളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറ അല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതുകൊണ്ട് മുസ്ലിംകളെ, നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റണം, ആ പ്രവാചകർക്ക് നിങ്ങൾ പിന്തുണ നൽകണം, ആ പ്രവാചകരെ നിങ്ങൾ സഹായിക്കണം, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ നിങ്ങൾ അനുധാവനം ചെയ്യണം. എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. മനുഷ്യരെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് പൂട്ടിയിടപ്പെട്ട ഒരു സമൂഹം ഇന്നും നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഖുർആൻ പഠിക്കാതെ, സുന്നത്ത് പഠിക്കാതെ, അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങൾ മനസ്സിലാകാതെ, പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു തിട്ടൂരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്. ദൗത്യമേറെയാണ്, പ്രബോധന മേഖല വിശാലമാണ്. എല്ലായ്പ്പോഴും അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഖൈർ ഉമ്മത്താണ് നമ്മൾ. ചങ്ങലക്കെട്ടുകളിൽ പിഴുതെറിയപ്പെട്ട ആ ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത്. നമ്മയും ചങ്ങലക്കെട്ടുകളിൽ മുച്ചൂടും അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ആ ചങ്ങലക്കെട്ടുകളെയെല്ലാം പിഴുതു മാറ്റിക്കൊണ്ട് നാം ശുദ്ധമായ തൗഹീദിലേക്ക് വന്നത്. നാം രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, പരുഷമായ മലക്കുകൾ, പാറക്കല്ലുകൾ, മനുഷ്യ ശരീരങ്ങൾ ഇന്ധനങ്ങളാൽ നിറക്കപ്പെട്ട ആ നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ സ്വന്തം ശരീരത്തെയും അഹ്ലുകാരുടെ ശരീരത്തെയും
രക്ഷപ്പെടുത്തുവാനുള്ള ബാധ്യത മുസ്ലിംകളെ നിങ്ങൾക്കുണ്ട് എന്ന് സൂറത്തു തഹരീം 6-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഖുർആൻ മുഖേന വെളിച്ചത്തിലേക്ക് വന്ന എത്രയോ മഹാപ്രതിഭകൾ, ഇന്നും ജീവസ്വത്ത് നിലപാടോടുകൂടി ജീവിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും തുടങ്ങിയ ആ മഹാപ്രതിഭകൾ ഇന്നും ജീവിക്കുകയാണ്. ബിലാൽ ഫിലിപ്സിലൂടെ, മുഹമ്മദ് പിട്ടാളിലൂടെ, മുഹമ്മദ് അസദിലൂടെ, യൂസഫ് എസ്റ്റേറ്റിലൂടെ, അമീന അസ്സിൽമിയിലൂടെ, ഡാനിയൽ സ്ട്രീക്കിലൂടെ, അങ്ങനെ ഒട്ടേറെ ആൾക്കാർ ഈ പ്രകാശത്തിന്റെ ഗോപുരവുമായി അള്ളാഹുവിന്റെ കലാമിലെ പ്രബോധനവുമായി ലോകത്തിന്റെ വിവിധ തുറകളിൽ അവർ തൗഹീദും വഹദാനിയത്തും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല നാളുകളിലാണ് നാം വിശ്വാസികളെ ജീവിക്കുന്നത്. അറിയുമല്ലോ, സ്വിറ്റ്സർലൻഡിലെ ആന്റി മിനാരറ്റ് ക്യാമ്പയിൻ നടത്തിയ ഡാനിയൽ സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദൗത്യം മസ്ജിദുകളെ തകർക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹം ആ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്ന് മിനാരങ്ങൾ ഉയരുന്നതിനെ തടുക്കുക എന്നുള്ള ആ ഒരു നിലപാടുമായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ തൗഹീദ് എത്തിയതിന് ശേഷം അദ്ദേഹം ഇന്നും സ്വിറ്റ്സർലൻഡിൽ മിനാരങ്ങൾ തകർക്കുവാനായി പ്രമേയം അവതരിപ്പിച്ച അതേ ഡാനിയൽ സ്ട്രീറ്റ് ഇന്ന് മിനാരങ്ങൾ ഉയർത്തുന്നതിന്റെ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആൾക്കാർ ഖുർആനെ അവർ ജീവവായുവായി കൊണ്ടു നടക്കുകയാണ്. അവർ ഖുർആനെ ഒരു ഉപജീവന മാർഗമായി അവർ കാണുന്നില്ല. അധ്വാനം മുഴുവനും പള്ളി നിർമ്മാണങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയും പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലകളുടെ ചരിത്രമല്ല, ഇന്നിന്റെ ചരിത്രമാണ്. അവർക്കുള്ള പ്രചോദനം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതമാണ്. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല യബ്തഗി ബിഹി വജ്ഹല്ലാഹ്. ആരാണോ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത്, ആ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അതിനെ സഹായിക്കുന്നത്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അതാണ് അവർക്കുള്ള പ്രചോദനം. അള്ളാഹുവിന്റെ വജ്ഹാണ് അവർ ഉദ്ദേശിക്കുന്നത്, ആരുടെയും പ്രീതിയല്ല. എന്നെ നല്ലൊരു ധനാഢ്യനാണെന്ന് പറയണമെന്നുള്ള ഉദ്ദേശമൊന്നും ഡാനിയൽ സ്ട്രീറ്റിനെ പോലെയുള്ള ആ മനുഷ്യർക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ പ്രീതി അള്ളാഹുവിന്റെ പ്രീതിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഈ മസ്ജിദുർ റഹ്മാൻ പണിതു തന്നത്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഇടമാണ്, സ്വർഗത്തിലെ ഒരു വീടാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചവർ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണവർ. തമസ്സിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്, ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു അവരുടെ മനസ്സുകൾ. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി ഹിദായത്താകുന്ന ആ മാർഗം അവർക്ക് തുറന്നുകൊടുത്തു. അല്ലാഹു വലിയ്യുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. അല്ലാഹുവാണ് നിങ്ങളുടെ വലിയ്. അവൻ ഇരുട്ടിൽ നിന്നും നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പരിശുദ്ധ ഖുർആന്റെ ദൗത്യം തന്നെ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. പ്രവാചക, അല്ലാഹു നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിന്റെ ദൗത്യം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹവും ഖുർആനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് മാനവർക്കുള്ള വിളംബരമാണ്, മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്. പരിശുദ്ധ റമളാൻ എന്തിനു വേണ്ടിയുള്ളതാണ് സഹോദരങ്ങളെ? ഖുർആൻ കൊണ്ട് തഖ്വ നേടിയെടുക്കുവാൻ, നോമ്പ് കൊണ്ട് സൂക്ഷ്മത നേടിയെടുക്കുവാൻ, ഉപവാസം കൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു മാസം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ റമളാനിൽ ഇറങ്ങിയ ഖുർആന്റെ പ്രത്യേകത ഹാദാ ബയാനുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള വിളംബരമാണ് ഈ ഖുർആൻ. വഹുദൻ വമൗഇലത്തുൽ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് മാർഗദർശനമാണ്, സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. അത് സാരോപദേശമാണ്.
ലോകർക്ക് മുഴുവനുമുള്ള ഉത്ബോധനമാണ് പരിശുദ്ധ ഖുർആൻ. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും മൻ യസ്തഖീം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരെ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈ ഖുർആൻ മുഖേന തൗഹീദ് നൽകി. അല്ലാഹു ഈ ഖുർആൻ മുഖേന ഉൾക്കാഴ്ചയും അകക്കാമ്പും നൽകി. ഈ ഖുർആൻ മുഖേന നിങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നാം നേരത്തെ കേട്ടത്. ഇന്നും ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കൂടി ഖുർആൻ ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര തന്നെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉള്ള ലോകത്തിൽ പോലും, രാജ്യങ്ങളിൽ പോലും അള്ളാഹുവിന്റെ വഹദാനിയത്ത് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയോ മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. പാരമ്പര്യമായി അവർ മുസ്ലിം മതത്തിൽ പിറന്നു വീണവരല്ല. എവിടെ നിന്നോ കേട്ട ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു വചനാമൃതം, എവിടെ നിന്നോ കേട്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, അത് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. അമീന അസ്സിൽമിയെ പോലെ ഖുർആൻ വിമർശിക്കുവാൻ വേണ്ടി ഖുർആൻ പഠിച്ച അമീന അസ്സിൽമി ഖുർആന്റെ തണലിൽ ജീവിക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്തത് 20 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ്. അതുപോലെ എത്രയെത്ര പേർ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിലൂടെ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ നാം നേടിയെടുത്തിട്ടുണ്ടോ പരിശുദ്ധ സഹോദരങ്ങളെ ആ ഖുർആനിന്റെ അകക്കാമ്പുകൾ? ആ റമളാൻ നമ്മെ മാറ്റിയിട്ടുണ്ടോ? ആ റമളാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മയെ നമ്മിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വിശ്വാസികളെ റമളാനിൽ നാം ആത്മവിചിന്തനം നടത്തേണ്ടത്. ഹൃദയവിശുദ്ധിയാണ് റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഖുർആന്റെയും താല്പര്യം. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത്, ലിമാ ഫിസ് സുദൂർ. ഈ ഖുർആന്റെ വ്യതിരിക്തത നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള ശിർക്കും കുഫറും ബിദ്അത്തും അന്ധവിശ്വാസവും പകയും വിദ്വേഷവും അസൂയയും എല്ലാറ്റിനെയും മുച്ചൂടും മാറ്റിമറിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഹൃദയങ്ങൾക്ക് ബാധിച്ച ഈ തിന്മകൾക്കുള്ള സിദ്ധൌഷധമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ അല്ലാഹ്, ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സത്യവിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. അതാണ് റമളാനിന്റെ വ്യതിരിക്തത. റമളാനിൽ നേടിയെടുക്കേണ്ടത് അസൂയയില്ലാത്ത ഹൃദയം, പകയില്ലാത്ത നെഞ്ചകം, വിദ്വേഷമില്ലാത്ത അകം. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ദൗത്യം. നാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ അവരെ കൊണ്ട് ഒരു ഗില്ലും ഞങ്ങൾക്ക് നീ നൽകല്ലയല്ല, ഒരു വിദ്വേഷവും ഞങ്ങൾക്ക് നൽകല്ലയല്ല. സാഹോദര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യവിശ്വാസി. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ. അള്ളാഹുവിന്റെ പ്രവാചക, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, വിശ്വാസികളെ റമളാനിൽ നേടിയെടുക്കണം. ഇനിയുള്ള റമളാൻ സാധ്യമാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. റമളാനിൽ നേടിയെടുക്കുവാൻ കാത്തിരുന്ന എത്രയോ പേർ ഇന്ന് ബർസഖിയായ ലോകത്താണ്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ വരദാനമായ റമളാനിൽ നാം നേടിയെടുക്കണം ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന അന്തസത്ത. ആരാണ് പ്രവാചക ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ? പ്രവാചകൻ മറുപടി നൽകി, കുല്ലു മഖ്മൂമുൽ ഖൽബ് സ്വദൂഖുൽ ലിസാൻ. നാവ് ഉച്ചരിക്കുന്ന, സത്യമുച്ചരിക്കുന്ന നാവ്, അതുപോലെ തന്നെയാണ് മഖ്മൂമുൽ ഖൽബ്, വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം. സ്വഹാബികൾ ചോദിച്ചു, ഖാലു സ്വദൂഖുൽ ലിസാൻ നഅരിഫുഹു. സത്യം പറയുന്ന നാവ് ഞങ്ങൾക്കറിയാം റസൂലേ. മഹ്മൂമുൽ ഖൽബ്, വൃത്തിയും വെടുപ്പുമുള്ള ഹൃദയമെന്ന് പറഞ്ഞത് എന്താണ് പ്രവാചക? അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഹുവ തഖിയ്യുൻ നഖിയ്യ്. തഖ്വയുള്ള ഹൃദയം,
നിർമ്മലമായ ഹൃദയം, വിശുദ്ധിയുള്ള ഖൽബ്, അതാണ് മഹ്മൂമുൽ ഖൽബ്. ലാ ഇസ്മ ഫീഹി വലാ ബഗ്യുൻ വലാ ഗില്ല വലാ ഹസദ. പാപം കടക്കാത്ത ഹൃദയം, അസൂയ തീണ്ടി നോക്കാത്ത ഹൃദയം, വിദ്വേഷം ഇറങ്ങാത്ത ഹൃദയം, അതാണ് സഹാബാക്കളെ മഹ്മൂമുൽ ഖൽബ്, വൃത്തിയും വെടുപ്പുമുള്ള ഹൃദയമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. സാധിക്കുമോ നമുക്ക് സഹോദരങ്ങളെ ഈ റമളാനിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ നമ്മുടെ ഹൃദയത്തെ? ആദമിന്റെ മക്കളാണ്, തെറ്റുകൾ പറ്റും. പറ്റിയ തെറ്റിനെ മാപ്പാക്കുന്നവൻ റബ്ബാണ്, തേടേണ്ടവൻ നമ്മളാണ്. തേടുവാൻ നാം തയ്യാറാണോ? മാപ്പരുളുവാൻ റബ്ബ് കാത്തു നിൽക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം ചെയ്യാത്തവരാരുമില്ല, ഹൃദയത്തിൽ പകയില്ലാത്ത ആരുമില്ല. മാറ്റണം സഹോദരങ്ങളെ, മാറണം സഹോദരങ്ങളെ. മാറ്റാത്ത ഒരാളെയും അല്ല മാറ്റുകയില്ല എന്ന് സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്തിൽ നാം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. മാറുവാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ മാറ്റും. ഉഹദ് യുദ്ധത്തിൽ ആ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന നോക്കൂ സഹോദരങ്ങളെ, എത്ര ഹൃദ്യമാണ് ആ പ്രാർത്ഥന. പൊന്നാര റസൂലുള്ളാഹി ആ പ്രാർത്ഥന ചൊല്ലിയിരുന്നുവെങ്കിൽ വിശ്വാസികളെ നാം എത്രമാത്രം ജാഗരൂകരാകണം ആ പ്രാർത്ഥനയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിനഹു ഫീ ഖുലൂബിനാ. അല്ലാഹുവേ, ഈമാനിനെ എനിക്ക് ഹബ്ബാക്കണം റബ്ബേ. അതൊരു ആവേശമാണ് സഹോദരങ്ങളെ. വിശ്വാസം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ ഒരു ആവേശമായിരിക്കണം. ആ ഈമാൻ എനിക്ക് ഹബ്ബാക്കി തരണം റബ്ബേ. വസയ്യിനഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ അതൊരു അലങ്കാരമാക്കി തരണം. വകർരിഹ് ഇലൈനൽ കുഫ്ർ, അവിശ്വാസത്തെ വെറുപ്പാക്കണം റബ്ബേ. വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസവും അധാർമികതയും നിന്നോടുള്ള അനുസരണക്കേടും ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ തരല്ലേ അല്ലാ. എപ്പോഴും ഞങ്ങൾക്ക് വെറുപ്പ് തോന്നിപ്പിക്കണമേ ഈ അധാർമികത. വജഅൽനാ മിനർ റാഷിദീൻ, സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ആരായി പ്രാർത്ഥിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ പ്രാർത്ഥിക്കുകയാണ് ലോക ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം ചെയ്യാത്ത, കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ പ്രവാചകരുടെ ഒരു പ്രാർത്ഥനയാണ് റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ പ്രാർത്ഥന. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ചതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും വ്യതിരിക്തനായ മഹാനായ ഒരു പ്രവാചകനാണ്. രാജാധികാരം നൽകി, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ആ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ എനിക്ക് നീ രാജാധികാരം നൽകി. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നവ്യാഖ്യാനം എന്നെ നീ പഠിപ്പിച്ചു റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബേ. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ, ഈ രാജാധികാരം കൊണ്ട് എനിക്ക് സമാധാനമില്ല റബ്ബേ. സ്വപ്ന വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്കൊരു സമാധാനവുമില്ല റബ്ബേ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാളെ എന്നെയും നീ ഉൾപ്പെടുത്തണം എന്ന് ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. സാധിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ? പ്രവാചകരുടെയും പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ, അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമേ. വഅഹ്യിനാ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി കൊണ്ട് ജീവിപ്പിക്കണമേ. വഅൽഹഖനാ ബിസ്സാലിഹീൻ ഗൈറ ഖസായ വലാ മഫ്തൂനീൻ, നാളെ പരലോകത്ത് നീ ഞങ്ങളെ അപമാനപ്പെടുത്തരുത്. നോക്കൂ സഹോദരങ്ങളെ, പൊന്നാര റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. ദുനിയാവിൽ നീ ഞങ്ങളെ വല്ലാതെ പരീക്ഷിക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ നിന്ദിക്കല്ലേ അല്ലാ. പാപങ്ങളായ നീ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ കേൾക്കണം അല്ലാ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ. റമളാനിൽ നേടിയെടുക്കണം ആ ഹൃദയം. തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക നമ്മുടെ ഈമാനെ. ഇഖ്റാറും ബിൽ ലിസാൻ, ആ ഈമാനെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം എവിടെയും. അമലും ബിൽ അർഖാൻ,
വിശ്വാസം പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കുകയാണെങ്കിൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ റമളാനിൽ നേടിയെടുക്കുവാൻ, ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കുവാൻ സാധ്യമല്ല എങ്കിൽ, ഈ തഖ്വയെ ഉൾക്കൊള്ളുവാൻ ഈ റമളാൻ കൊണ്ടും നാം സാക്ഷ്യപ്പെടുത്തുന്നില്ല എങ്കിൽ, വിശ്വാസികളെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ധന്യതയാണ്, എന്ത് അടയാളപ്പെടുത്തലുകളാണ് നമ്മുടെ ജീവിതം കൊണ്ട് നാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, പരമാവധി റബ്ബിനെ സൂക്ഷിക്കുകയും നമ്മിലേക്ക് വന്ന വിരുന്നുകാരനാകുന്ന ആ റമളാൻ എന്ന വരദാനത്തെ പരമാവധി സൂക്ഷിക്കുകയും, പരിസരങ്ങളിൽ ഉണ്ടായിട്ട് പോലും രാത്രി നമസ്കാരങ്ങളിൽ പോലും വരാൻ മടിക്കുന്ന നമുക്ക് നമ്മുടെ ഈമാനിൽ എന്തൊക്കെയോ പുഴുക്കുത്തുകളുണ്ട് സഹോദരങ്ങളെ. എന്ത് ന്യായം പറഞ്ഞാലും സുബഹിനും മറ്റുള്ള വഖത്തുകൾക്കും, പ്രത്യേകിച്ച് ഇശാഇനും തറാവീഹിനും ജമാഅത്തിൽ എന്ത് കച്ചവടമാണ് നമുക്ക്. ഈ ഒരു റമളാനിൽ കച്ചവടം, ദുനിയാവ് വേണ്ട എന്നല്ല ഈ പറയുന്നത്, എല്ലാം വേണം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുടെ ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. 6 മാസം, റമളാനിൻ്റെ 6 മാസം മുമ്പേ റമളാനിലേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന. റമളാൻ കഴിഞ്ഞ് 6 മാസം വരെയും നഷ്ടപ്പെട്ടല്ലോ റമളാൻ എന്നുള്ള ദുഃഖത്തോടുകൂടിയിരിക്കുന്ന സ്വഹാബാക്കളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൽ? ഉൾക്കൊള്ളാനാകുമോ സഹോദരങ്ങളെ? ഈ റമളാനിൽ നേടിയെടുക്കണം ആ തഖ്വ, ഈ റമളാനിൽ നേടിയെടുക്കണം നൈർമല്യമായ ആ ഖൽബിനെ, ആ ഹൃദയത്തെ, വിശുദ്ധിയുള്ള ആ മനസ്സിനെ നേടിയെടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് ശുഅറാ അതിലെ 88 മുതലുള്ള ആയത്തിൽ കൂടി അതല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമ്മെ അള്ളാഹു പ്രേരിപ്പിക്കും. അത്തരം മുത്തഖീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.